കഴിഞ്ഞ ദിവസത്തെ ജോൺ ബ്രിട്ടാസിന്റെ ഡയലോഗ് കേട്ടില്ലേ? കേരളത്തിന് കേന്ദ്രം നൽകിയത് ആമയെയും തേങ്ങയെയും മാത്രം. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ ഈ ട്രോളുകൾ ആഘോഷിച്ചവർ അറിയാതെ പോയ അല്ലെങ്കിൽ ബോധപൂർവ്വം മറച്ചു വെച്ചൊരു സത്യമുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് വെറും കോടികളെ കുറിച്ചല്ല, കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തെ മാറ്റിമറിക്കാൻ പോകുന്ന 36,355 കോടി രൂപയെക്കുറിച്ചാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ആരും ചർച്ച ചെയ്യാത്ത വാർത്തകളിൽ മുങ്ങിപ്പോയ ആ വമ്പൻ കണക്ക്. ബജറ്റ് എന്നാൽ അക്കങ്ങളുടെ കളിയാണ്. പക്ഷെ ആ അക്കങ്ങൾ പലപ്പോഴും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വളച്ചൊടിക്കപ്പെടാറുണ്ട്. കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ ശ്വാസം മുട്ടുമ്പോൾ കേന്ദ്രത്തിൻ്റെത് വഞ്ചന എന്ന് ആവർത്തിക്കുന്നവർ 16ാം ധനകാര്യ കമ്മീഷന്റെ ഈ റിപ്പോർട്ട് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. രാഷ്ട്രീയ വൈരത്തിനപ്പുറം ഒരു സംസ്ഥാനത്തെയും കൈവിടാത്ത മോദി സർക്കാരിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ് നോക്കാം. എന്താണ് ഈ പണത്തിന്റെ ഉറവിടം? കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണം സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ഇതിനെയാണ് ഡിവൈസബിൾ പൂൾ എന്ന് വിളിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കാൻ കേന്ദ്ര നികുതി വിഹിതത്തിന്റെ 41% സംസ്ഥാനങ്ങൾക്ക് നൽകാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു. ഇതിലൂടെ മാത്രം 1.4 ലക്ഷം കോടി രൂപയാണ് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായി സംസ്ഥാനങ്ങൾക്ക് നീക്കിവെച്ചിട്ടുള്ളത്. ഇതിൽ കേരളത്തിന് കിട്ടിയ വിഹിതം കേട്ടാൽ തീർച്ചയായും നമ്മൾ അത്ഭുതപ്പെടും. ശ്രദ്ധിച്ച് കേൾക്കുക. വിഹിതത്തിലെ മാറ്റം എങ്ങനെയാണ്? മുൻപ് കേരളത്തിന് ലഭിച്ചിരുന്ന നികുതി വിഹിതം 1.925% ആയിരുന്നു. എന്നാൽ പുതിയ ശുപാർശ പ്രകാരം ഇത് 2.382% ഉയർത്തി. കഴിഞ്ഞ വർഷം നമുക്ക് ലഭിച്ചത് ഏകദേശം 24,500 കോടി രൂപയായിരുന്നു. എന്നാൽ ഈ സാമ്പത്തിക വർഷം കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് 36,355 കോടി രൂപ. അതായത് ഒറ്റ വർഷം കൊണ്ട് 11,855 കോടി രൂപയുടെ അധിക വരുമാനം. ഓരോ മാസവും 1000 കോടി രൂപ വീതം അധികമായി കേരളത്തിന്റെ കൈകളിലെത്തും. അതായത് അടുത്ത 5 വർഷം കൊണ്ട് 60,000 കോടി രൂപയോളം അധികമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തും. എന്നിട്ടും ആമയും തേങ്ങയും എന്ന് പരിഹസിക്കുന്നവർ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയല്ലേ? ലോകത്തെ വൻ ശക്തികൾ പോലും പണപ്പെരുപ്പത്തിനും കടക്കെണിയിലും വീഴുമ്പോൾ ഭാരതം എങ്ങനെയാണ് ഈ പണം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്? അത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുലർത്തുന്ന കർക്കശമായ സാമ്പത്തിക അച്ചടക്കം കൊണ്ടാണ്. 2026 ധനക്കമ്മി 4.4% കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ അടുക്കുന്നു. ലോകം മുഴുവൻ സാമ്പത്തിക മാന്ദ്യത്തെ പേടിക്കുമ്പോൾ ഇന്ത്യ 7% മുകളിൽ വളർച്ചാ നിരക്ക് നിലനിർത്തുകയാണ്. ഈ സുസ്ഥിരമായ വളർച്ചയുടെ ഫലമാണ് കേരളത്തിന് ലഭിക്കുന്ന ഈ അധിക വിഹിതം. ഭാരതം ലോകത്തിന്റെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകാൻ കൊതിക്കുമ്പോൾ ആ തേരോട്ടത്തിൽ കേരളത്തെയും മുൻനിരയിൽ നിർത്താനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരൻ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ അധികമായി വരുന്ന 12,000 കോടി രൂപ എവിടെയെന്ന്. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഈ തുക ധാരാളമാണ്. ശമ്പളത്തിന് വകയില്ലാതെ ഉഴലുന്ന KSRTCയുടെ കടക്കണിയിൽ നിന്നും രക്ഷിക്കാം. മുടങ്ങിക്കിടക്കുന്ന പശ്ചാത്തല വികസന പദ്ധതികൾക്ക് വേഗത കൂട്ടാം. കേന്ദ്ര സർക്കാർ പണം നൽകുന്നില്ല എന്ന് വിലപിക്കുന്നവർ ഈ പണം വന്നു കഴിയുമ്പോൾ അത് തങ്ങളുടെ മാന്ത്രിക വിദ്യ കൊണ്ടുണ്ടായതാണെന്ന് പ്രചരിപ്പിക്കാൻ മടിക്കില്ല. വിഴിഞ്ഞം തുറമുഖം മുതൽ വന്ദേ ഭാരത് വരെയും നാഷണൽ ഹൈവേ വികസനം മുതൽ കൊച്ചി മെട്രോ വരെയും കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിലൂടെ മാറുന്ന കേരളത്തെ നമ്മൾ കാണുന്നുണ്ട്.